എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോരുത്തരും ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടാവും വലിയൊരു ലോട്ടറി അടിക്കുന്നതിനെ കുറിച്ച്. ചില പ്രത്യേക സമയത്ത് ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യം തേടി വരുന്ന സമയമാണ്. ഗ്രഹനില അനുകൂലമാകുമ്പോൾ, യോഗങ്ങൾ തെളിയുമ്പോൾ നാം എടുക്കുന്ന ടിക്കറ്റ് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2025 ക്രിസ്മസ് ബമ്പർ, അതുപോലെയുള്ള വലിയ ധനഭാഗ്യം ലഭിക്കാൻ 100% സാധ്യതയുള്ള 7 നക്ഷത്രക്കാരെ കുറിച്ചാണ്. 2025 അവസാനം ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്രത്തോളം ശക്തമാണ്. ജ്യോതിഷപരമായും ചില കാരണങ്ങളുണ്ട്. 2025 ഡിസംബർ അവസാനത്തോടുകൂടി ഈ നക്ഷത്രക്കാരുടെ ജാതകത്തിൽ വ്യാഴം ധനഭാവത്തിൽ അതിശക്തനായി നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ കർമ്മഫലദാതാവായ ശനി അനുകൂലമായി നിൽക്കുന്നു. ചന്ദ്രൻ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന യോഗത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത ധനയോഗം ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ച് മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ലോട്ടറി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതെ നാം ലോട്ടറി എടുക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സമാധാനം ഈ ഒരു വീഡിയോയിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും പകരാൻ നിങ്ങൾ ശ്രമിക്കണം. സ്വന്തം ഉയർച്ച മാത്രം ലക്ഷ്യം വയ്ക്കാതെ മറ്റുള്ളവരുടെ ഉയർച്ചയിലും നാം പങ്കാളികളാകണം. നമുക്ക് 2025 ക്രിസ്മസ് ബമ്പർ ലോട്ടറി ഭാഗ്യം അടിക്കാൻ സാധ്യതയുള്ള 7 നക്ഷത്രക്കാരെ ഇനി പരിചയപ്പെടാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. 2025 ഇവർക്കൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളൊരു വർഷമാണ്. 2025 അവസാനത്തോടുകൂടി ഇവരുടെ നക്ഷത്രത്തിലെ യോഗത്തിന് വേഗത വരുന്ന സമയമാണ്. കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കും. പരീക്ഷിച്ച കാര്യങ്ങളെല്ലാം വിജയിക്കുന്ന സമയമാണ് കടന്നു വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ധനം ഇവരിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ കടം അല്ലെങ്കിൽ കഷ്ടത നിറഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിൽ ആ കടമൊക്കെ തീരാനുള്ള ഒരു സമയമാണ് ഈ 2025 അവസാനം 2026 വർഷം. അതുപോലെ തന്നെ ഈ ഒരു ധനയോഗം കൂടുതൽ ഫലവത്താകാൻ, അതുപോലെ ശക്തിയോടെ ഈ ഒരു ധനയോഗം നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സന്ധ്യാനാമം ജപിക്കുമ്പോൾ നെയ്ദീപം കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീടിൻ്റെ അടുത്ത് മുരുകക്ഷേത്രം ഉണ്ടെങ്കിൽ മുരുകക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനും ശ്രമിക്കണം. അത് നിങ്ങളുടെ ഈ ഒരു ധനയോഗത്തിന് മുരുക ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കാൻ കാരണമാകും. നിങ്ങളുടെ ധനയോഗം കൂടുതൽ ഫലവത്താകാൻ അത് സാധ്യമാക്കും. അടുത്തതായി ക്രിസ്മസ് ബമ്പർ ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള 2ാമത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് നേട്ടം വരുന്ന ഒരു സമയമാണ് ഇനി വരാനിരിക്കുന്നത്. 2026 വർഷം കഷ്ടപ്പാടിൻ്റെ ഫലം കാണാൻ പോകുന്ന ഒരു വർഷമാണ്. തൊഴിലിൽ ഉയർച്ച ലഭിക്കാനും ബിസിനസ്സിൽ ലാഭം കൂടാനും സാധ്യത കാണുന്നു. പുതിയൊരു വാഹനം, അതുപോലെ തന്നെ വസ്തു വാങ്ങാനുള്ള യോഗവും നിങ്ങളുടെ നക്ഷത്രത്തിൽ കാണുന്നുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് ശനിദോഷം മാറി ഭാഗ്യം കൂടുതൽ തെളിയാൻ സഹായിക്കും. അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാൻ ഇത് സഹായിക്കും. ഇനി അടുത്തതായി ക്രിസ്മസ് ബമ്പർ ലോട്ടറി ഭാഗ്യം സാധ്യമാകുന്ന അടുത്ത നക്ഷത്രമാണ്, 3ാമത്തെ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ. രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ 2025 അവസാനത്തിൽ ധനഭാഗ്യം, ആഡംബര ഭാഗ്യം എന്നിവയാണ് കാണുന്നത്.
എല്ലാ മേഖലയിലും ധനനേട്ടമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ഒരു ആഡംബരപൂർണമായ ജീവിതമാണ് 2026 വർഷം ഇവർ നയിക്കാൻ പോകുന്നത്. എല്ലാ കഷ്ടതകളും മാറി ധനനേട്ടം കൂടുതലായി കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പണം, ആർക്കെങ്കിലും കൊടുത്ത പണം, അത് തിരിച്ചു കിട്ടാൻ പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വർഷമാണ് 2026 നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീ ക്ഷേത്ര ദർശനം നടത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ചുവന്ന പൂക്കൾ, ചെത്തിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ് തുടങ്ങിയ ചുവന്ന പൂക്കൾ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ദേവീ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ, ദേവീപ്രീതി കൂടുതൽ ലഭിക്കാൻ അത് കാരണമാകും. അടുത്തതായി 4ാമത്തെ നക്ഷത്രം, ക്രിസ്മസ് ബമ്പർ ഭാഗ്യക്കുറി നേട്ടം കൈവരിക്കാൻ പോകുന്ന 4ാമത്തെ നക്ഷത്രമാണ് പൂയം നക്ഷത്രം. 2025 അവസാനത്തോടുകൂടി വലിയൊരു മാറ്റമാണ് പൂയം നക്ഷത്രക്കാരിൽ കാണാൻ കഴിയുന്നത്. വീട് എന്ന സ്വപ്നം സാധ്യമാകുന്ന വർഷമാണിത്. എല്ലാ കാര്യങ്ങളും നേരെയാകാനും മനസ്സമാധാനം കൂടുതലായി ലഭിക്കുന്ന ഒരു വർഷം. വിദേശത്ത് നിന്നും ധനം ലഭിക്കാനുള്ള യോഗവും പൂയ നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട്. അതുപോലെ ലോട്ടറി വഴി വലിയൊരു ഭാഗ്യം, വലിയൊരു ധനഭാഗ്യം കൂടി ഈ ഒരു നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസം വഴിപാട് നടത്തുന്നതും ഉത്തമമാണ്. ശ്രീകൃഷ്ണസ്വാമി അനുഗ്രഹം നിങ്ങളിൽ കൂടുതലായി ലഭിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ധനയോഗം ഇരട്ടിയാകുന്നതായിരിക്കും. ഇനി അടുത്തതായി ക്രിസ്മസ് ബമ്പർ ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള 5ാമത്തെ നക്ഷത്രമാണ് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർ 2026 തുടക്കം മുതൽ തന്നെ ഭാഗ്യം തെളിയാൻ പോകുന്ന ഒരു നക്ഷത്രക്കാരാണ്. ബിസിനസ്സിൽ ലാഭം ഉണ്ടാകാനും, വിദേശത്തുള്ളവരാണ് നിങ്ങളെങ്കിൽ, പൂയ നക്ഷത്രക്കാരിൽ വിദേശത്തുള്ളവർ ആണെങ്കിൽ അവർ ദുബായ് ലോട്ടറി മറ്റും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ, നിങ്ങളിലേക്ക് ആ ഒരു വലിയൊരു ധനഭാഗ്യമാണ് എത്താൻ പോകുന്നത്. ലോട്ടറി ഭാഗ്യം അതിശക്തമായിട്ടാണ് ചോതി നക്ഷത്രക്കാരുടെ യോഗത്തിൽ കാണാൻ കഴിയുന്നത്. ഇവരോട്, ചോതി നക്ഷത്രക്കാരോട് ചോദിക്കുന്നവർക്കെല്ലാം, യാചിക്കുന്നവർക്കെല്ലാം വാരിക്കോരി നൽകാനുള്ളത്രയും പണം ചോതി നക്ഷത്രക്കാരുടെ കൈകളിലേക്ക് വരാൻ പോകുന്ന സമയമാണ് 2026. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ധനയോഗം, ധനലാഭയോഗം നിങ്ങൾ ശക്തമാക്കാൻ വേണ്ടി, ഫലവത്താക്കാൻ വേണ്ടി ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ ദർശനം നടത്തുന്നത് ശീലമാക്കുക. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. ഇനി അടുത്തതായി ലോട്ടറി ഭാഗ്യം സാധ്യമാകാൻ പോകുന്ന 6ാമത്തെ നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് 2025 അവസാനത്തോടുകൂടി സമ്പത്ത് ഇരട്ടിയാകുന്ന സമയമാണ് വരാൻ പോകുന്നത്. ബമ്പർ ലോട്ടറി അടിക്കുന്നത് പോലെയുള്ള ഭാഗ്യമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. നിങ്ങളെ കളിയാക്കിയവരെല്ലാം നിങ്ങളുടെ പുറകെ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യോഗം ഇരട്ടിയാക്കാൻ നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അവിടെ വെറ്റിലമാല, വടമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങളെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ സഹായിക്കും. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും രാമനാമം ജപിക്കുന്നത് ഉത്തമമാണ്. ഇനി അടുത്തതായി ക്രിസ്മസ് ബമ്പർ ലോട്ടറി ഭാഗ്യം സാധിക്കാൻ പോകുന്ന 7ാമത്തെ നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 2026 വർഷം ദുഃഖമോചനത്തിനുള്ള സമയമാണ്. ജീവിതത്തിൽ കഷ്ടതകളിൽ നിന്ന് രക്ഷ നേടാനുള്ള സമയം. ജീവിതം എന്നേക്കുമായി രക്ഷപ്പെടാൻ പോകുന്നവരാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ. കഷ്ടപ്പാടിന് ഒരു വിരാമമാണ് 2026 വർഷം നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ധനയോഗവും നിങ്ങളുടെ നക്ഷത്രത്തിൽ കൂടുതലായി കാണുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. മഹാലക്ഷ്മിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക, അത് നിങ്ങളുടെ ധനയോഗം ഇരട്ടിയാക്കാൻ സഹായിക്കും. ഇപ്പോൾ ഞാനിവിടെ
7 നക്ഷത്രക്കാർ ക്രിസ്മസ് ബമ്പർ ലോട്ടറി ഭാഗ്യം ശ്രദ്ധിക്കാൻ പോകുന്ന 7 നക്ഷത്രക്കാരെ കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വെറുതെ പോയി ലോട്ടറി എടുത്താൽ നമുക്ക് ലോട്ടറി അടിക്കണമെന്നില്ല. ലോട്ടറി എടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതും കൂടി പാലിച്ചാൽ മാത്രമേ നമുക്ക് ലോട്ടറി അടിക്കുകയുള്ളൂ. ഇനി ലോട്ടറി എടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ലോട്ടറി വാങ്ങുമ്പോൾ ഒരിക്കലും ഇടത് കൈകൊണ്ട് വാങ്ങാതിരിക്കുക. പണം വേണമെങ്കിൽ നമുക്ക് ഇടത് കൈകൊണ്ട് കൊടുക്കാം. പക്ഷേ ലോട്ടറി നമ്മൾ വാങ്ങുമ്പോൾ അത് വലത് കൈകൊണ്ട് മാത്രം വേണം വാങ്ങാനായിട്ട്. വലത് കൈ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. അടുത്തതായി, നമ്മൾ ലോട്ടറി വാങ്ങുന്നതിന് മുമ്പ് ലോട്ടറി വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്ന ദിവസം അന്ന് രാവിലെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ലോട്ടറി വാങ്ങുക. ഈ ഒരു പ്രാർത്ഥന നിങ്ങളിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ സഹായിക്കും. അടുത്തതായി, നമ്മൾ ടിക്കറ്റ് വാങ്ങിയതിന് ശേഷം അത് പോക്കറ്റിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലെത്തി അലമാരയിൽ വെച്ച് പൂട്ടിയത് കൊണ്ടോ ഒരു കാര്യവുമില്ല. നമ്മൾ ലോട്ടറി വാങ്ങിയതിന് ശേഷം വീട്ടിലെ പൂജാമുറിയിൽ ഭക്തിയോടെ വിളക്കിന് മുന്നിൽ വെച്ച് ദിവസവും രാവിലെയും വൈകുന്നേരവും ദീപം കത്തിച്ച് പ്രാർത്ഥിക്കണം. ഇനി അടുത്തതായി, നമ്മൾ ലോട്ടറി എടുക്കുമ്പോൾ അടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ലോട്ടറി എടുക്കാൻ പാടില്ല. എനിക്ക് ലോട്ടറി അടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോട്ടറി വിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ലോട്ടറി വാങ്ങുമ്പോൾ ചില നേരങ്ങളിൽ ആ നെഗറ്റീവ് വാക്കുകൾ തന്നെയായിരിക്കും ഫലിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ലോട്ടറി അടിക്കുകയേയില്ല. എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി വേണം നിങ്ങൾ കാര്യങ്ങൾ നേരിടാൻ. അതുകൊണ്ട് ലോട്ടറി അടിക്കും എന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞുകൊണ്ട് വേണം ലോട്ടറി എടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ലോട്ടറി വിൽക്കുന്നവരെ ഒരിക്കലും പരിഹസിക്കരുത്. കാരണം ഈ ലോട്ടറി വിൽക്കുന്ന ആൾക്കാർ അവർ ലക്ഷ്മി ദേവിയുടെ ദൂതന്മാരാണ്. ഒരുപാട് പേർ ലോട്ടറി ഭാഗ്യം കൊണ്ട് ധനികരായവരാണ്. സമ്പത്തും സൗഭാഗ്യവും വന്നു ചേർന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ ദൂതന്മാരായി പ്രവർത്തിക്കുന്നത് ഈ ലോട്ടറി വിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരെ പരിഹസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ലോട്ടറി വിധി വരുന്ന ദിവസം രാവിലെ കുറച്ച് സമയം മൗനമായി പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലോട്ടറി വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പാലിക്കേണ്ട ചില മര്യാദകൾ. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, വിശ്വാസം. അത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഭാഗ്യം നമ്മളെ തേടിയെത്തുകയുള്ളൂ. ഭാഗ്യം വിശ്വാസമാണ്. വിശ്വസിക്കുന്നവർക്കേ ഭാഗ്യമുണ്ടാവുകയുള്ളൂ. ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 7 നക്ഷത്രക്കാരെ കുറിച്ച് തന്നെയാണ് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ശബ്ദത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ചില സുഹൃത്തുക്കൾ കമൻ്റായി രേഖപ്പെടുത്തിയത് കാരണമാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കാൻ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോവുമായി കാണാം. നന്ദി, നമസ്കാരം.